ഇന്ന് നമുക്ക് രണ്ട് സഹോദരന്മാരുടെ കഥയിൽ തുടങ്ങിയാലോ. ഒരാൾ സ്ഥിരം മദ്യപാനിയും മയക്കുമരുന്നിന് അടിമയുമാണ്. വീട്ടിലെത്തിയാൽ മിക്കവാറും വഴക്കാണ്. ഭാര്യയും മക്കളെയും ഒക്കെ മർദ്ദിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടിയുമാണ്. രണ്ടാമത്തെ സഹോദരൻ മികച്ച ഒരു ബിസിനസ്സുകാരനാണ്. സമൂഹം ബഹുമാനിക്കുന്നവൻ, നല്ല കുടുംബജീവിതം, അങ്ങനെ ഒരു ഉത്തമനാണ് രണ്ടാമത്തെയാൾ. ഒരേ മാതാപിതാക്കളുടെ ഒരേ സാഹചര്യത്തിൽ വളർന്ന രണ്ട് മക്കൾ എങ്ങനെയാണ് ഇങ്ങനെ വ്യത്യസ്ത സ്വഭാവക്കാരായി എന്നതാണ് കഥയിലെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം തേടിയത് ഒരു ഗവേഷകനാണ്. ആ ഗവേഷകൻ ആദ്യം ഒന്നാമത്തെ സഹോദരന്റെ അടുത്ത് ചെന്നു. അപ്പോൾ അയാൾ എളുപ്പത്തിൽ മറുപടി പറഞ്ഞു, എൻ്റെ പ്രചോദനം എൻ്റെ അച്ഛനാണ്. അച്ഛൻ സ്ഥിരമായി മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ചിരുന്നു. വീട്ടിലെത്തിയാൽ അമ്മയും ഞങ്ങൾ മക്കളെയും ഒക്കെ തല്ലുമായിരുന്നു. അച്ഛനെ കണ്ടു വളർന്ന എന്നിൽ നിന്ന് മറ്റെന്ത് പ്രതീക്ഷിക്കാനാണ്? ഞാൻ അച്ഛനെ പോലെയായി. രണ്ടാമത്തെ മകന്റെ അടുത്തേക്ക് ഗവേഷകൻ പോയി. ഈ ചോദ്യം തന്നെ അയാളോടും ചോദിച്ചു. അയാളും പെട്ടെന്ന് തന്നെ അധികമൊന്നും ആലോചിക്കാതെ മറുപടി പറഞ്ഞു, എൻ്റെയും പ്രചോദനം എൻ്റെ അച്ഛനാണ്. അച്ഛൻ സ്ഥിരമായി മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ചിരുന്നു. വീട്ടിലെത്തിയാൽ അമ്മയും ഞങ്ങൾ മക്കളെയും ഒക്കെ തല്ലുമായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ദുശീലങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് ചെറുപ്പത്തിൽ തന്നെ ഞാൻ തീരുമാനിച്ചതാണ്. നോക്കൂ, രണ്ടുപേരുടെയും പ്രചോദനം ഒരാൾ തന്നെയാണ്, അച്ഛൻ. എന്നാൽ ഒരേ അനുഭവത്തെ അവർ വ്യത്യസ്തമായി വ്യാഖ്യാനിച്ചു. ഒന്നാമൻ അച്ഛൻ്റെ വഴി അതേപടി പിന്തുടർന്നു. രണ്ടാമൻ അച്ഛനെ തിരുത്തി തൻ്റെ ജീവിതം അങ്ങനെയാകില്ല എന്ന് തീരുമാനിച്ച് സ്വന്തം ജീവിതം മെച്ചപ്പെടുത്തി. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് നമ്മൾ വളരുന്ന കഴിയുന്ന സാഹചര്യങ്ങളൊന്നുമല്ല, മറിച്ച് നാം അവയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് കാര്യം. ഏത് പ്രതിസന്ധിയും ആയിക്കോട്ടെ, ശരിയുടെ മാറ്റത്തിൻ്റെ വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത് നമ്മുടെ തീരുമാനങ്ങളാണ്. അപ്പോൾ ആ തീരുമാനമെടുക്കുന്നതിനായിട്ട് നമ്മൾ മറ്റാരുടെയും സ്വാധീനത്തിന് വശമതരാകേണ്ടതില്ല. സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, എന്താണ് ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്ന് തീരുമാനിക്കുക. എന്നിട്ടൊരു തീരുമാനം അങ്ങ് എടുക്കുക, എന്നിട്ടങ്ങ് മുന്നോട്ടേക്ക് പോവുക. കാരണം ഈ ലോകം വളരെ വലുതാണ്. ഒരുപാട് വിശാലമായ ഈ ലോകത്ത് ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടതാണ്.